ഒരു 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എത്രത്തോളം തട്ടിപ്പുകൾ നടന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ഓരോ മാസവും 10 കോടിയിലധികം രൂപയാണ് പല രൂപത്തിൽ തട്ടിപ്പിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. വെറുതെ പറയുകയല്ല, ഈ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് മലബാർ ഏരിയയിലുള്ളവരാണ്. പണം നിക്ഷേപിക്കാൻ അതിയായി താല്പര്യമുള്ളവരാണ്. സ്വന്തമായി ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പണം പെട്ടെന്ന് ഇരട്ടിച്ച് അതിലൂടെ വലിയ ലാഭമുണ്ടാക്കി ശതകോടീശ്വരനാവാൻ സ്വപ്നം കാണുന്നവരുണ്ട്. വലിയ തട്ടിപ്പുകൾ മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ബിസിനസ്സിലേക്ക് എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പണം തട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. പണം നിക്ഷേപിക്കുമ്പോൾ ആ സ്ഥാപനം എത്ര വർഷമായി റൺ ചെയ്യുന്നു, ഭാവി എന്താണ്, ഇപ്പോൾ നിക്ഷേപം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്, ഇത് എത്രമാത്രം ലാഭം ലഭിക്കുമെന്ന് കൃത്യമായ ധാരണ വേണം. ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ നമ്മൾ ആരെങ്കിലും പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഒരിക്കലും നിക്ഷേപിക്കരുത്. 5 വർഷത്തിലേക്ക് ഒരു സ്ഥാപനം നിലനിന്ന് പോകുക തന്നെയാണെങ്കിലും പിന്നീട് നഷ്ടത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് പലരും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ഐഡിയയുമായി വരുന്നത്. നിക്ഷേപിക്കുമ്പോൾ തന്നെ പല മേഖലകളിൽ നിക്ഷേപിക്കുക. കാരണം ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റു പലതിൽ നിന്നെങ്കിലും നമുക്ക് ലാഭം നേടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നഷ്ടം നികത്താനോ വഴികൾ കണ്ടെത്താം.